ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇവിടെ കാണിക്കാൻ പറ്റുന്നത് ഞാനിവിടെ കോഴക്ക ഉണക്കിയത് തോല് കളഞ്ഞിട്ട് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ചുരണ്ടി ഇതിൻ്റെ പുറന്തോല് ചുരണ്ടി ഇത് ചുരണ്ടിയിട്ട് ഇതേപോലെ തോല് ചുരണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇത് മുറിച്ചിട്ട് ഇടുക. ഇങ്ങനെ ചെത്തുക, ഇങ്ങനെ നിങ്ങളൊക്കെ കീറിയിടും. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതേപോലെ മുറിച്ചിട്ടിടുക. ഇതുപോലെ ഇതിലിപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അതിൽ മഞ്ഞളും മുളകും ഉപ്പും കൂടി പെരക്കുക. വേറൊന്നും വേണ്ട, ഇതേ ഉള്ളൂ. കുറച്ച് ഉപ്പ് പൊടി ഇടുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക. എന്നിട്ട് ഇത് പൊരിക്കുക. ഇതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. ഇത് കണ്ടില്ലേ, ഇതെനിക്ക് ഞാനൊരു ഇതാക്കട്ടെ, ഒരു അടുപ്പത്തിട്ടെ, ഇത് പൊരിക്കാനിട്ടെ. ഇതിങ്ങനെ പൊരിച്ചിട്ട് എടുക്കുക വേണ്ടത്. നല്ല ടേസ്റ്റിയായ സാധനമാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഇത് നിങ്ങളിട്ട് ഉണ്ടാവുമല്ലോ, എല്ലാവരും ഉണ്ടാവുമല്ലോ, കുഴപ്പം കിട്ടുമല്ലോ. കുഴപ്പം ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഞാനത് പൊരിച്ച ഇത് നല്ല അടിപൊളി സാധനമാണ്. അതിൻ്റെ തോല് ചുരണ്ടിക്കളഞ്ഞിട്ടുണ്ട്. തോലിന് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് വേവൽ കുറച്ച് കുറയും. അതുകൊണ്ട് ഞാനിത് തോല് കളഞ്ഞിട്ട് തിന്ന് നോക്കട്ടെ. നല്ല അടിപൊളി ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല മരിച്ചും പോലെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇത് ഇന്നിപ്പോൾ ഇത്തിരി നാളെ വരെ വീഡിയോ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഇത് രുചിച്ച് നോക്കുക, ഉണ്ടാക്കി